പാലക്കാട് ചിറ്റൂർപ്പുഴയിൽ 2 യുവാക്കൾ കുടുങ്ങി. ഷൺമുഖം കോസ്വേയുടെ വശത്തുള്ള ഓവിലാണ് കോയമ്പത്തൂർ സ്വദേശികളായ യുവാക്കൾ കുടുങ്ങിയത്. കുളിക്കുന്നതിനിടെ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഫയർഫോഴ്സും നാട്ടുകാരും രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ഇക്ബാൽ അറക്കൽ ചേരുന്നു. ഇക്ബാൽ, എന്താണ് സംഭവിച്ചത്? വിനീത, അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. പാലക്കാട് ചിറ്റൂർ വിളയോടിക്ക് സമീപം ഷൺമുഖം കോസ്വേക്ക് സമീപത്തേക്ക് കുളിക്കാൻ വേണ്ടി എത്തിയതായിരുന്നു ഈ കോയമ്പത്തൂർ സ്വദേശികളായിട്ടുള്ള യുവാക്കൾ. ഇവരിൽ 2 ആളുകൾ ഈ കോസ്വേക്ക് സമീപത്തുള്ള ഈ ഓവിനകത്ത് കുടുങ്ങുകയായിരുന്നു. ഈ ശ്രീ ഗൗതം, അരുൺ എന്നീ പറയുന്ന 2 യുവാക്കളാണ് അപകടത്തിൽപ്പെട്ടത്. ഉടൻ തന്നെ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ ശബ്ദമുണ്ടാക്കിയതോടുകൂടി നാട്ടുകാർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ചിറ്റൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും പോലീസും ഈ പ്രദേശത്തേക്ക് എത്തി രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ശ്രീ ഗൗതം എന്ന് പറയുന്ന യുവാവിനെ രക്ഷപ്പെടുത്തി ഇപ്പോൾ ചിറ്റൂർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അരുൺ എന്ന് പറയുന്ന വിദ്യാർത്ഥി ഇപ്പോഴും അരുൺ എന്ന് പറയുന്ന യുവാവ് ഇപ്പോഴും ഈ കോസ്വേക്ക് സമീപത്തുള്ള ഈ ഓവിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ യുവാവിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത്. ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും ഈ മേഖലയിൽ എത്തി ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ കോസ്വേ, അതായത് വിളയോടി ഷൺമുഖം കോസ്വേക്ക് സമീപമുള്ള ഓവിലാണ് ഈ 2 യുവാക്കളും അകപ്പെട്ടിട്ടുള്ളത്. ഇവർ കോയമ്പത്തൂർ സ്വദേശികളാണ്. കുളിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ തമിഴ്നാട് മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തരത്തിൽ വിനോദസഞ്ചാരികളായി പല ആളുകളും ഈ ചിറ്റൂരിലേക്കും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലേക്കും എത്താറുണ്ട്. അങ്ങനെ ഈ ചിറ്റൂർ പുഴയിലേക്ക് എത്തിയതാണ് ഈ യുവാക്കൾ എന്നാണ് ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. കോയമ്പത്തൂർ സ്വദേശികളാണ് എന്ന രീതിയിലുള്ള വിവരങ്ങളുണ്ട്. ഏതായാലും ഈ ആളുകൾ കുളിക്കുന്നതിനിടയിലാണ് ഈ 2 യുവാക്കൾ ഈ ഓവിനകത്ത് അതായത് ആളിയാർ തുറന്നതോടുകൂടി ചിറ്റൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പുഴയിലെ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ കുളിക്കുന്നതിനിടയിൽ പെട്ടെന്ന് തന്നെ അപകടത്തിൽപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. ഏതായാലും വലിയ രീതിയിൽ ജലനിരപ്പ് ഇല്ലെങ്കിൽ പോലും കോസ്വേക്ക് ഒപ്പം തന്നെ ഈ വെള്ളം പോകുന്നുണ്ട്, അല്ലെങ്കിൽ കോസ്വേക്ക് സമീപത്തുള്ള ഈ ഓവിന് ഒപ്പം തന്നെ ഈ വെള്ളം പോകുന്നുണ്ട്. ഏതായാലും എത്രയും പെട്ടെന്ന് യുവാക്കളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടരുകയും ചെയ്യുന്നത്. ഏതായാലും ഇതിൽ ഒരാൾ ശ്രീ ഗൗതം എന്ന് പറയുന്ന യുവാവിനെ രക്ഷപ്പെടുത്തി ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. രണ്ടാമനായിട്ടുള്ള അരുണിന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തുന്നത്. കോയമ്പത്തൂർ സ്വദേശികളായിട്ടുള്ള യുവാക്കൾ കുളിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലെ അപകടത്തിൽപ്പെട്ടത്. വിനീത, ഏതായാലും വിളയോടിക്ക് സമീപമുള്ള ഷൺമുഖം കോസ്വേക്ക് സമീപത്തെ ഈ ഓടയിൽ കുടുങ്ങിയിട്ടുള്ള യുവാക്കൾക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോഴും ഈ തെരച്ചിൽ നടത്തുന്നത്, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം എന്ന് നമുക്ക് മനസ്സിലാവുന്ന ദൃശ്യങ്ങൾ കാണാം. ഉദ്യോഗസ്ഥർ വളരെ പണിപ്പെട്ടാണ് തെരച്ചിൽ നടത്തുന്നത്. ഒരാളെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് ആശ്വാസകരമാണല്ലേ? അതായത് ഈ നാട്ടുകാർക്ക് ഈ മേഖലയിൽ, അതായത് ഈ ഷൺമുഖം കോസ്വേയിലുള്ള ഈ ഓവിനെ കുറിച്ചും ഓടയെക്കുറിച്ചും എല്ലാം കൃത്യമായി തന്നെ വിവരമുണ്ട്. പുറത്തു നിന്ന് ആളുകളെ എത്തുമ്പോൾ അവർക്ക് ഈ ഓടയെക്കുറിച്ചൊന്നും യാതൊരു രീതിയിലുള്ള അറിവുമില്ല. അവർ അശ്രദ്ധയോടുകൂടി ഈ ഓടയ്ക്ക് സമീപത്ത് കുളിക്കാനും മറ്റും ഇറങ്ങുമ്പോൾ അവർ അപകടത്തിൽപ്പെടുന്നത് ഇത്തരത്തിൽ ഉണ്ടാവാറുണ്ട്. ഏതായാലും ഇതിനിടയിലാണ് കുളിക്കുന്നതിനിടയിലാണ് ഈ 2 യുവാക്കളും ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ഏതായാലും ആശ്വാസകരമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് ഒരു യുവാവിനെ വിനീത പറഞ്ഞതുപോലെ തന്നെ രക്ഷപ്പെടുത്തി ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടി ഒരാളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമനായി തെരച്ചിൽ നടത്തുകയാണെന്നാണ് ഇക്ബാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കോയമ്പത്തൂർ സ്വദേശികളാണ്.